ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്ത് അതുപോലെ തന്നെ തീം പാർക്കിൻ്റെ അടുത്തൊക്കെ ഒരു വീട് നോക്കുന്ന ആളാണെങ്കിൽ, അതുപോലെ തന്നെ പാലക്കാടിൽ ഫേമസ് ആയിട്ടുള്ള മലമ്പുഴ റോഡാണ് ഈ കാണുന്നത്. സോ അതിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാർക്കാണ് ഫാൻറ്റസി പാർക്ക്. ഇതിനോട് ചേർന്ന് ഇതിനടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി കാണാൻ നമ്മളൊന്ന് വന്നിരിക്കുന്നത്. സോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് നോക്കുന്ന ആൾക്കാർക്കായാലും ഒരു വീടായിട്ട് നോക്കുന്ന ആൾക്കാർക്കായിരിക്കും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മുടെ വന്നിരിക്കുന്നത്. ഇതാണ് പ്രോപ്പർട്ടി. 5 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടും റോഡിനോട് അരികിൽ തന്നെ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണുള്ളത്. ഈ കാണുന്ന പ്രോപ്പർട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഗേറ്റും ഉണ്ട്, ഒരു വലിയ ഗേറ്റും ഉണ്ട്, ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതുവരെ അതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട്. സ്ക്വയറിലുള്ള കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു 5 സെൻറ്റ് പ്രോപ്പർട്ടി. നമുക്ക് ഫസ്റ്റ് വീടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പുറകുള്ള വശങ്ങളൊക്കെ നോക്കാം. 2 നിലയിലായിട്ടാണുള്ളത്. മേലത്തെ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിരിക്കണം. തേങ്ങയൊക്കെ ഉള്ള അത്യാവശ്യം തേങ്ങയുള്ള ഒരു തെങ്ങ് തന്നെയാണ്. ഫ്രണ്ടിലെല്ലാം ടൈൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു കളർ റൂമിൻ്റെ ഒരു പോർഷൻ കൂടി വിട്ടിട്ടുണ്ട്, ഒരു ഷട്ടറായിട്ട്. അവിടെ ഇപ്പോൾ ഒരു സ്റ്റോറേജ് ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാം. പക്ഷേ അപ്പുറത്തേക്ക് കൂടി ചെറിയ ഗേറ്റ് നമ്മൾ കാണിച്ചു. അതുവഴി വന്ന് ഇവിടെ അവർ തൊഴുത്തായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് അവർ തൊഴുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. ഫ്രണ്ടിൽ മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ട് വണ്ടിയൊക്കെ നിർത്താൻ ഭാഗത്തിന് സ്ഥലം വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി വഴിക്ക് തന്നെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. 10 വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ് കേട്ടോ. താഴത്തെ ഫ്ലോറിലൊക്കെ നിലമൊക്കെ കാവി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കയറി വഴിക്കാൻ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അതിനോട് തന്നെ ഡൈനിങ് ടേബിളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്കൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അത് അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. 2 ബെഡൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച് ആയിട്ടുള്ളൊരു വാഷ്റൂമുണ്ട്. താഴെ നമുക്ക് 2 ബെഡ്റൂമും മേലെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതിലും 2 ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് താഴത്തെ ഫ്ലോറിൽ. ഇതിനോട് ചേർന്ന് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെയാണ് അവർ അടുക്കള സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുക്കള ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഉണ്ടല്ലേ, 2 ഗ്യാസിൻ്റെ ഉണ്ട്, അതുപോലെ വിറകടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെളിയിൽ കോമൺ ആയിട്ട് വാഷ്റൂം കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നേരെ സ്റ്റെയർ കേസ് വഴി മേലെ പോവാം. മേലെ നമുക്ക് ഒരു ബെഡ്റൂമാണുള്ളത്. ഇതിനത്ര പഴക്കമില്ല. മേലത്തെ ഭാഗം അവരെടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ അവിടെ മേലെ അവർ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മേലെ. അത്യാവശ്യം വലുപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ ഇവിടെ കാണുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ മേലെയും ഒരു കിച്ചണിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ, ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. പക്ഷെ മേലെ ഞാൻ പറഞ്ഞ പോലെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വാഷ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഹാള്, താഴെ 2 ബെഡ്റൂം, മേലെ ഒരു ബെഡ്റൂം. നല്ല മൊത്തം വീടിൻ്റെ അത്രയും വിഡ്ത്തിൽ വലിയൊരു ബാൽക്കണി ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസും സ്ഥലവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ചുറ്റുവട്ടം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തൊഴുത്തുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ഗേറ്റ് വഴി തുറന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ അവർ തൊഴുത്തിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പശുവിൻ്റെ കാലിത്തൊഴുത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയും, അതുപോലെ ബാക്ക് സൈഡിലായിട്ട് വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു തൊഴുത്തിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട്. ആണല്ലേ, ഇത് നമുക്ക് ഇതിൽ കൂടെ നടക്കാനുള്ള സ്പേസ് ഉള്ളൂ വീടിൻ്റെ ഏരിയയിൽ കൂടെ. അങ്ങനെ നമുക്ക് ചുറ്റുവട്ടം പോകാനുള്ള സ്പേസ് ഉണ്ട്.
സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാൻറ്റസി പാർക്കിന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. മലമ്പുഴ ഡാം എന്ന് പറയുമ്പോൾ ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് വെളിയിൽ ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ഒരു 8 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 7 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസും ഉണ്ട്. നമുക്ക് പാലക്കാട് ലുലു മാളിൽ നോക്കുകയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസും. ഇവിടെ വെളിയിലൊരു വിറകടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ 5 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടും. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 45 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.